സംരക്ഷിക്കുന്നവരെ തിരിച്ചറിയുക. ഒന്നാണ് അവരൊന്നാണ്, കോടികൾ കട്ടവരൊന്നാണ്, കോടികൾ കട്ടവരൊന്നാണ്. UDF-ഉം BJP-യും, UDF-ഉം BJP-യും ഒന്നാണ് അവരൊന്നാണ്. കട്ടവരൊന്ന് ചോടിപ്പോയി, കട്ടവരൊന്ന് ചോടിപ്പോയി. അവരാണ് 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 കോടികൾ കട്ടതിന് ഉത്തരവാദികൾ, കോടികൾ കട്ടതിന് ഉത്തരവാദികൾ. ഇതിനെതിരായി പോരാടാൻ, ഇതിനെതിരായി പോരാടാൻ ഒന്നാണ് ഞങ്ങൾ, ഒന്നാണ് ഞങ്ങൾ, ഒന്നാണ്. അതായത് കോൺഗ്രസ് റിബലായിട്ട് മത്സരിച്ച ഒരാളിൻ്റെ നേതൃത്വത്തിലാണ് കോട്ടയം നഗരസഭയുടെ ഭരണം മുന്നോട്ട് പോയത്. അന്ന് തുടങ്ങിയ കുതിരക്കച്ചവടമാണ് കോട്ടയം നഗരസഭയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നിരവധിയായ സാമ്പത്തിക തട്ടിപ്പുകളുടെ വേദിയായി കോട്ടയം നഗരസഭ മാറുക എന്ന കാഴ്ച നമ്മൾ കുറേ നാളുകളായിട്ട് കാണുക. വിജിലൻസിലടക്കം ഏതാണ്ട് 1300ഓളം കേസുകൾ നിലനിൽക്കുന്നു. ഓരോ ദിവസവും വിജിലൻസ് കയറി ഇറങ്ങുന്ന ഒരു സർക്കാർ ഓഫീസ് ഏതാണെന്ന് ചോദിച്ചാൽ കോട്ടയം നഗരസഭ എന്നതിൽ ആർക്കും ഒരു സന്ദേഹമില്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി 3.5 കോടിയുടെ തട്ടിപ്പ് പുറത്തു വന്നിട്ട് ഓഗസ്റ്റ് 5-ാം തീയതി വെളിയിൽ വന്ന ഒരു സംഭവത്തിൽ ഇന്ന് വരെ അതിൻ്റെ കൃത്യമായ കണക്കോ കാര്യങ്ങളോ വ്യക്തമാക്കുവാൻ പോലും കോട്ടയം നഗരസഭ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല. ഒരു പോലീസ് കംപ്ലൈൻറ്റിൽ ഞങ്ങൾക്ക് ഇത്ര രൂപ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനുള്ള കൃത്യമായ രേഖകൾ പോലും കോട്ടയം നഗരസഭയിൽ ലഭ്യമല്ല എന്ന് പറഞ്ഞാൽ കോട്ടയം നഗരസഭാ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമില്ലേ? ഇന്ന് കോട്ടയം നഗരസഭയിലെ വിവിധ വാർഡുകളെ പ്രതിനിധീകരിക്കുന്ന ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയെ വഴിവിട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? പക്ഷേ UDF-ന്റെ അതുപോലെ തന്നെ BJP-യുടെ അംഗങ്ങളുടെ ഓരോരുത്തരുടെയും സ്വത്ത് വിവരങ്ങൾ പരിശോധിച്ചു. ഇവിടെ ചില ആളുകളുടെ സ്വത്ത് വിവരങ്ങൾ പരിശോധിച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ്. വേറെ വരുമാന മാർഗം ഒന്നുമില്ലാത്ത കൗൺസിലർമാരുടെ വരുമാനമായിട്ട് കഴിഞ്ഞ മാസം പോലും ലോകായുക്തയ്ക്ക് കണക്ക് കൊടുത്തത്. ഇവിടെ കച്ചവടം നടത്തുന്നതിനുള്ള ഒരു ഇടത്താവളമായിട്ട് കോട്ടയം നഗരസഭയെ മാറ്റിയതിന് ഉത്തരവാദി ഇന്ന് നിലവിലിരിക്കുന്ന കോട്ടയം നഗരസഭയുടെ ചെയർപേഴ്സണായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാന്യ വ്യക്തിയാണ്. അവരെ ചുറ്റിപ്പറ്റിയുള്ള കുറേ അധികം ആളുകൾക്ക് കച്ചവടം ചെയ്യുന്നതിനുള്ള ഒരു വേദി കൂടിയായിട്ട് ഇത് മാറുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP-യും ഇത്തരം നീക്കങ്ങൾക്ക് കുടപിടിക്കുന്ന രീതിയാണ്. കാരണം ഇവിടെ ഈ സാമ്പത്തിക തട്ടിപ്പ് നടന്നപ്പോൾ ഇടതുപക്ഷം ശക്തമായ സമരവുമായി മുന്നോട്ട് പോയി. എന്നാൽ അതുപോലെ തന്നെ സമരവുമായിട്ട് BJP രംഗത്ത് വന്നു. പക്ഷേ ആ സമരത്തിൻ്റെ ഉദ്ദേശശുദ്ധിയാണ് ഇപ്പം പൊളിച്ചടുക്കിയിരിക്കുന്നത്. ഈ അഴിമതിക്കും തട്ടിപ്പിനും എതിരാണ് എന്ന് ഇവിടുത്തെ BJP-യുടെ ജില്ലാ നേതാക്കന്മാരെ കൊണ്ടുവന്ന് സമരം നടത്തിയ ആളുകൾ എന്തുകൊണ്ട് ഈ ഭരണം അഴിമതിയാണ് എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് ഈ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ തയ്യാറായില്ല? ഞങ്ങളിത് രാഷ്ട്രീയമായിട്ട് ആരുടെയും പിന്തുണയ്ക്കല്ല. ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഏറ്റവും ഒടുവിലത്തെ ആ തട്ടിപ്പിൻ്റെയും എല്ലാം ഈ നഗരസഭാ പരിധിയിലെ ജനങ്ങൾ അറിയണം. ഈ ജനങ്ങൾക്ക് കിട്ടേണ്ട കോടിക്കണക്കിന് നികുതി പണം കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ ഈ ഉദ്യോഗസ്ഥന്മാര്, ഈ ഭരണാധികാരികൾ കൂട്ടുനിൽക്കുമ്പോൾ ഒരു പറ്റം ജനപ്രതിനിധികളും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന വസ്തുത ഈ പൊതുസമൂഹം മനസ്സിലാക്കണം.